ഹായ് ഹലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പ്രിയ ബ്രോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 റുപ്പീസ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പേഴ്സും വാങ്ങിയിട്ടുള്ളത് 1100 രൂപക്കാണ്. മനസ്സിലായോ? ഇനി അത് അതേപോലെ എഴുതുക. 1 ബാഗ്, അതേപോലെ 1 സ്ലിപ്പറിന് എക്സ് എന്ന് കൊടുക്കുക. അതേപോലെ ബാഗിന് വൈ എന്ന് കൊടുക്കാം. ബാഗിനാണ് നമ്മൾ വൈ കൊടുക്കുന്നത്, സ്ലിപ്പറിന് പെയർ ഓഫ് സ്ലിപ്പറിന് എക്സ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1100 റുപ്പീസാണ്. ഇനി ഈ സെയിം മെത്തേഡ് തന്നെ ഒന്നും കൂടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താ പറയുന്നത്, ദ ബാഗ് കോസ്റ്റസ് 300 റുപ്പീസ് മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാഗിൻ്റെ കോസ്റ്റ് 300 രൂപ അധികമാണെന്ന്. മനസ്സിലായോ? അതായത് നമ്മൾക്ക് ഓൾറെഡി അറിയാം സ്ലിപ്പറിൻ്റെ എമൗണ്ട് എക്സ്, അതല്ലെങ്കിൽ ബാഗിൻ്റെ എമൗണ്ട് വൈ ആണ് എന്നുള്ളത്. ബാഗിൻ്റെ തുക വൈ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സ്ലിപ്പറിൻ്റെ തുകയിൽ നിന്ന് 300 അധികമാക്കിയാൽ ബാഗിൻ്റെ തുകയാകുന്നു. അപ്പോൾ വൈ ഈക്വൽ ടു സ്ലിപ്പറിൻ്റെ എന്താണ്, എക്സ് ആണ്. എക്സ് പ്ലസ് 300. മനസ്സിലായോ? എക്സ് പ്ലസ് 300 കിട്ടി. അപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാഗിൻ്റെയും സ്ലിപ്പറിൻ്റെയും കൂട്ടി 1100 രൂപയാണെന്ന്. അതേപോലെ തന്നെ ബാഗിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ലിപ്പറിൽ കൂടെ 300 കൂട്ടിയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ തുക നമ്മൾ സ്ലിപ്പറിൻ്റെ റിലേഷനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ബാഗിൻ്റെ തുകയ്ക്ക് പകരം സ്ലിപ്പറിൻ്റെ തുക എക്സ് പ്ലസ് 300 എന്ന് ഇടാം. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു സ്ലിപ്പർ ഉണ്ട്, ഇത് കൂട്ടിയാൽ 1100 റുപ്പീസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കാണാം, സ്ലിപ്പറിൻ്റെ തുക എത്രയെന്ന് കാണാം. അതായത് 2x ഉണ്ട്, അപ്പോൾ 2x പ്ലസ് 300 ആണ് 1100 റുപ്പീസ്. അതിൻ്റെ അർത്ഥം എന്താണ്, 2x എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് 300 ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 300 ആവും. 1100 മൈനസ് 300 ആവും. 2x എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. 800 2x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 800/2 ആണ്, 400 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പറാണ്, പെയർ ഓഫ് സ്ലിപ്പേഴ്സിൻ്റെ തുക 400 എന്ന് കിട്ടി. എക്സ് കിട്ടിയില്ലേ? ഈ എക്സിൻ്റെ റിലേഷൻ വെച്ചിട്ട് വൈൻ്റെ തുക കാണാം. വൈ ആണ് ബാഗിൻ്റെ എമൗണ്ട് കോസ്റ്റ് എത്രയെന്ന് വരുന്നത്. അപ്പോൾ വൈൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 300 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, 400 പ്ലസ് 300. ടോട്ടലി നമുക്ക് എത്ര കിട്ടി, 700 എന്ന് കിട്ടി. അപ്പം ലാസ്റ്റ് കൺക്ലൂഷനുള്ള രീതിക്ക് എഴുതാം. ദി പ്രൈസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് ബാഗിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 700 ആൻഡ് ദ പ്രൈസ് ഓഫ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് റുപ്പീസ് 400 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇത് സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26. 2 നമ്പർ നമുക്കറിയില്ല, 2 നമ്പറാണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 നമ്പർ ഉണ്ട്. അത് രണ്ടും കൂടിയും കൂട്ടിയാൽ എക്സ് പ്ലസ് വൈ എന്ന് കൂട്ടിയാൽ 26 ആണ്. മനസ്സിലായോ? ആൻഡ് ദേ ഡിഫറൻസ് ഈസ് 4. ഇനി അതേപോലെ തന്നെ എക്സ് എന്ന് വൈ കുറച്ചാൽ 4 കിട്ടുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചാൽ 4 കിട്ടുക. അപ്പോൾ ഈ എക്സിൻ്റെ തുക എന്താണ്, വൈ എക്സ് എന്താണ്, വൈ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ആണ് 26. അതിന് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 26 മൈനസ് വൈ എന്ന് എഴുതുക. ആ എക്സിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം 26 മൈനസ് വൈ, അതേപോലെ ഒരു മൈനസ് വൈയും കൂടിയും കൂട്ടിയാൽ 4 ആണ്. രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ അതായത് 26 മൈനസ് 2 വൈ ഉണ്ടാവും, മൈനസ് 2y ഈക്വൽ ടു 4. എന്നിട്ട് മൈനസ് 2y ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിക്കും 4 ലെഫ്റ്റ് സൈഡിക്കും കൊണ്ടുവരിക. അപ്പോൾ എന്താ കിട്ടുക, 26 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2y ആണ്. അതല്ലെങ്കിൽ 26 4 കുറച്ച് 22 ആണ്. 22 ഈക്വൽ ടു 2y ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ 22/2 ആണ്. വൈ ഈക്വൽ ടു 11. വൈ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 11 ആണെന്ന്. അത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് എക്സ് ഈക്വൽ ടു 26 മൈനസ് വൈ ആണ്. വൈ കിട്ടിയിട്ടുണ്ട് 11 ആണെന്ന്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, 26 മൈനസ് 11. 26 11 കുറച്ചാൽ 15. മനസ്സിലായോ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ 15ഉം വൈ എന്ന് പറഞ്ഞ വാല്യൂ 11 ആണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം, അത് കറക്റ്റ് ആയിട്ടുള്ള കിട്ടണമെന്ന്. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 11 26 കിട്ടിയില്ലേ. ഇനി ഡിഫറൻസ് നോക്കുകയാണ്.
ഡിഫറൻസ് നോക്കുമ്പോൾ എക്സ് മൈനസ് വൈ എങ്ങനെയാണ് 15 മൈനസ് 11 ഡിഫറൻസ് എത്രയാണ് 4 കിട്ടിയില്ലേ കറക്റ്റ് അല്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അതിൻ്റെ പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ അറിയേണ്ടത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിനുള്ള ഇക്വേഷന് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 × L+B ആണ് 2 × L+B ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട് അല്ലേ അതിന് നമുക്ക് കിട്ടിയത് തന്നിട്ടുള്ളത് 40 സെൻറ്റിമീറ്റർ എന്നാണ് ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ ഒരു ലെങ്ത്ത് എക്സ് നമുക്ക് അറിയില്ല എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താണ് ഒരു സൈഡ് എന്താണ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡാണ് അപ്പോൾ x+8 ആണ് അപ്പോൾ ഈ ലെങ്ത്ത് ഓഫ് ദ സൈഡ്സ് അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 2 × ലെങ്ത്ത് എക്സ് ആണ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ x+8 ആണ് ഇതൊക്കെ പാടെ കൂട്ടിയാൽ 40 ആണ് കിട്ടുന്നത് അപ്പോൾ 2 × x+x 2x ആണ് 2+x 8 ആണ് 2x+8 = 40 സെൻറ്റിമീറ്റർ എന്നാണ് പെരിമീറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഈ 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക 2നെ ഇവിടെ ഇൻറ്റു ആണ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും 2x+8 എന്ന് പറയുന്നത് = 40/2 ആണ് അപ്പോൾ 2x+8 = 20 ആണ് മനസ്സിലായോ അവിടെ +8 ആണ് ലെഫ്റ്റ് സൈഡിലത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -8 ആവും 2x = 20 - 8 ആണ് 2x = 12 ആണ് x = 12/2 ആണ് എക്സിൻ്റെ വാല്യൂ കിട്ടി 6 എന്ന് എക്സ് അപ്പോൾ ഒരു ലെങ്ത്ത് എന്താണ് 6 ആണ് x 6 ആണ് അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ് x+8 ആണ് അപ്പോൾ 6+8 ആണ് അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ് 14 ആണ് കിട്ടിയില്ലേ ഉത്തരം കിട്ടി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യന് അതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ബുക്കിലെടുത്തിട്ട് എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യാം കേട്ടത് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം എഴുതിയിട്ട് തന്നെ ചെയ്യണം നല്ലോണം പടിയുള്ളൂ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എ വയർ 3.5 meters ലോങ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces 3.5 മീറ്റർ വയറിൻ്റെ ഒരു ലെങ്ത് ഉണ്ട് അത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല വിത്ത് 1 പീസ് ബെൻഡ് ഇൻ ടു എ സെക് എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒന്ന് സ്ക്വയറായിട്ട് നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ട് സ്ക്വയറിൻ്റെ ഫോമിലാണ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഫോമിലാണ് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് മറ്റേതൊന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ രീതിക്കാണ് അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ 2 സൈഡ് സ്ക്വയറാണെന്നുണ്ടെങ്കിലും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ സൈഡും ഒരേ ലെങ്ത്താണ് വരുന്നത് അപ്പോൾ വയർ ഏത് തരത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരികയെന്ന് ഹൗ ഷുഡ് ദ വയർ ബി കട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം സ്ക്വയറിന് എത്ര ചുറ്റളവുണ്ട് 4 ഇക്വലാറ്ററിന് 3 അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് 7 4 + 3 7 ആണ് അല്ലേ അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വയറിൻ്റെ ലെങ്ത്ത് 3.5 മീറ്ററാണ് 3.5 മീറ്ററാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 7 സൈഡും ഒരേ ലെങ്ത്താണ് വരുന്നത് അപ്പോൾ 3.5 / 7 എഴുതുമ്പോൾ നമുക്ക് കിട്ടും 0.5 സെൻറ്റിമീറ്റർ ആണെന്ന് അപ്പോൾ ഒരു സൈഡ് 0.5 സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് നമ്മൾ സ്ക്വയറിനും കട്ട് ചെയ്തിട്ടുണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സ്ക്വയറിന് എന്താ ഉള്ളത് 4 സൈഡല്ലേ അപ്പോൾ 0.5 × 4 ചെയ്യുക അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ സ്ക്വയറിൻ്റെ 2 സെൻറ്റിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് 0.5 × ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡാണ് 0.5 × 3 1.5 സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടുള്ള 3.5 സെൻറ്റിമീറ്റർ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ 2 പീസായിട്ട് കട്ട് ചെയ്തതിൽ ഒന്നാമത്തെ പീസിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേൻ്റെത് 1.5 സെൻറ്റിമീറ്റർ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ